ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മെയിൻ ക്രിബ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഈ കാണുന്ന പാറക്കെട്ട് പോലെ ഇരിക്കുന്ന ഈ ക്രിബ് ഉണ്ടാക്കിയിരിക്കുന്നത് തെർമോക്കോളിൽ നിന്നാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് തെർമോക്കോൾ എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തെർമോക്കോൾ എടുത്ത് ഇതേപോലെ 4 കഷ്ണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒടിച്ച് ടൂത്ത് വെച്ച് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാറ പോലത്തെ ഒരു ലുക്കൊക്കെ വരും. ഇനി ചെയ്യാനുള്ളത് സോൾഡറിങ് അയൺ വെച്ച് നമുക്കൊന്ന് മുട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പാറയുടെ ഒരു ഷേപ്പ് ഒക്കെ വരും. ഇതിന് ശേഷം ഒരു കത്തി വെച്ച് നമുക്ക് സൈഡുകളൊക്കെ ഒന്ന് മുറിച്ച് ഷേപ്പ് ചെയ്ത് പാറയുടെ ഒക്കെ ഒരു ഷേപ്പ് വരുത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഇനി ഒരു പാറക്കല്ല് കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ആ പാറയുടെ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. പിന്നീട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് കട്ടിയായിട്ട് തന്നെ തേച്ച് എടുക്കുക. ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ലുക്ക്. പിന്നെ ഒരു ദിവസം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പെയിന്റ് അടിക്കുക. പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഒരിത്തിരി ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം. ഇനി നമുക്കൊരിത്തിരി ലൈറ്റർ ഷെയ്ഡുകൾ കൊടുത്തു തുടങ്ങാം. അപ്പോൾ എന്നാലേ നമ്മൾ ആ സോൾഡറിങ് അയൺ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഇംപ്രഷൻസ് ഒക്കെ നമുക്ക് പുറത്ത് കണ്ടു തുടങ്ങുള്ളൂ. ലാസ്റ്റ് നമുക്കൊരിത്തിരി ഗ്രീൻ കൂടെ കൊടുക്കാം. അപ്പോൾ പായലൊക്കെ പിടിച്ച ഒരു പാറയുടെ ലുക്ക് വരും. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് തന്നെ ഇങ്ങനൊരു ഷെഡ് പണിയാം. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ചിട്ടുണ്ട്. ഒരു ദിവസം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് പിന്നെ പെയിന്റ് ചെയ്തത്. പെയിന്റ് ചെയ്യുമ്പോൾ ഒരിത്തിരി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഒരു ഒറിജിനൽ തടിയുടെ ഒക്കെ ഒരു ലുക്ക് വരും. ഇത്തിരി ബ്ലാക്ക് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് തെർമോക്കോൾ വെച്ച് ചെയ്തതാണ്. സോൾഡറിങ് അയണൊക്കെ വെച്ച് ബ്രിക്സ് പോലെ പണിതേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിബിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ചെയ്യാനുള്ളത് കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അറക്കപ്പൊടി കളർ ചെയ്ത് ഗ്രാസ് പോലെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ഒരിത്തിരി കുറച്ചൊരു ഗ്രീൻ ഷെയ്ഡ് ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിനാലിറ്റി വരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്മസ് ക്രിബ്. അപ്പോൾ എല്ലാവരെയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാർക്കറ്റ് പോലെ ചെയ്തേക്കുന്നതാണ്. കുഞ്ഞി കുഞ്ഞി പാത്രങ്ങളും പിന്നെ വെജിറ്റബിൾസും ഒക്കെ വിൽക്കാൻ എടുക്കുന്ന കച്ചവടക്കാരനാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ. പിന്നെ കുറച്ച് ഗ്രേപ്സ് ഒക്കെ നിറച്ച കുറച്ച് ബാരൽസും പിന്നെ അത് കൊണ്ടുവന്ന കാർട്ടും ബേക്കറി ഐറ്റംസും, ബേക്കറി എന്ന് പറഞ്ഞാൽ ബണ്ണും കരികളും അമ്മയും കുഞ്ഞും 3 രാജാക്കന്മാരും നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ടാങ്ക് മൊത്തം ചുമന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിബ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇനിയും ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ക്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കൂടുതൽ പേർക്ക് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.